ബേസിക്കലി ഞാൻ എൻ്റെ ഹോൾ സ്റ്റോറി പറയാം, എനിക്കിതെങ്ങനെ വന്നു, എങ്ങനെയായിരുന്നു എൻ്റെ ട്രിഗേഴ്സ്, എൻ്റെ എപ്പിസോഡ്സ്, എത്ര കാലം ഉണ്ടായി, ഞാൻ എങ്ങനെയാണ് ഇതിനെ കൺസൾട്ട് ചെയ്ത് മാറ്റിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ ഐ തിങ്ക് 2025 ഡിസംബർ 31 ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വാസ് ട്രാവലിംഗ്. അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ചിട്ടാണ് ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ടാക്സി വിളിച്ച്, ഒരു അങ്കിളിൻ്റെ ടാക്സി ആയിരുന്നു, ഞാൻ ആ ടാക്സിയിൽ കയറിയിരുന്നു. അങ്ങനെ ഒരു പകുതി എത്തിയപ്പം ഐ സ്റ്റാർട്ടഡ് ഷിവറിങ്. അങ്ങനെ എൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ ഭയങ്കര ഷിവർ ചെയ്ത്, പിന്നെ എനിക്ക് ആ സീറ്റിലിരിക്കാൻ പറ്റില്ല, കാറിൻ്റെ സീറ്റിൽ എനിക്കിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കവിടെ ഭയങ്കര പേടിയാവുക, എൻ്റെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യാൻ തുടങ്ങി, ഞാൻ മൊത്തത്തിൽ ഷിവർ ചെയ്യുന്നു, മോർ ലൈക്ക് എ പാനിക് അറ്റാക്ക്. അപ്പോൾ ഞാൻ ആദ്യം ആ ഡ്രൈവർ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് അങ്കിള് കാറ് നിർത്തണം, ബിക്കോസ് ഐ നീഡ് സം ഫ്രഷ് എയർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നെക്സ്റ്റ് സെക്കൻഡ്, അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഓക്കെ ഐ ബി ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്കിൾ പ്ലീസ് ടേക്ക് മീ ടു എ ഹോസ്പിറ്റൽ, എനിക്ക് എവിടെയും പോകണ്ട. അപ്പം ആ സമയത്ത് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹോസ്പിറ്റലുള്ളൂ ഞങ്ങൾ പോകുന്ന വഴിയിൽ. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ യുനോ ഭയങ്കര ഒരു സ്കെയറി മൂമെൻ്റ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്കിൾ എങ്ങനെയോ വണ്ടി ഓടിച്ച് ആ ഹോസ്പിറ്റലിലെത്തി. ഒരു താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അത്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഡോക്ടറുടെ മുന്നിലൊക്കെ കുറേ ക്യൂ ആയിട്ട് പേഷ്യൻസ് ഉണ്ട്. ഞാൻ ആരും മൈൻഡ് ചെയ്തില്ല, ഞാൻ നേരെ ഇവരെയൊക്കെ തട്ടി മാറ്റി ഞാൻ നേരെ ഡോക്ടറുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ, സംതിങ് ഇസ് ഹാപ്പനിങ് ടു മീ. അപ്പം ഡോക്ടർ ഇങ്ങനെ എന്നോട് സിംറ്റംസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല വാട്ട് ഐ എം ഗോയിങ് ത്രൂ. ഞാൻ മൊത്തം ഷിവർ ചെയ്യുന്നുണ്ട്, ഭയങ്കര നംനെസ് ഉണ്ട് എനിക്ക്, എൻ്റെ മുഖമൊക്കെ കംപ്ലീറ്റ്ലി, ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ഷിവറിങ് ആണ്, ഭയങ്കര ഒരു സ്കാരി പാർട്ട്. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ട്രോക്കാണോ അല്ലെങ്കിൽ ഇത് അറ്റാക്കാണോ, ഇങ്ങനത്തെ ഓരോ തോന്നലാണ് എൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡോക്ടർ എനിക്ക് കുറച്ച് മരുന്ന് എഴുതി തന്നു. കാരണം സാധാരണ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ, അപ്പോൾ അവിടെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നും അല്ലാതെ. അവിടെ രാത്രി ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സും മേടിച്ചു പോയി, അയ്യോ എന്ത് പറ്റി. അങ്ങനെ അവരൊക്കെ എന്നെ അവിടെ കൂട്ടാൻ വന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. പക്ഷെ അന്ന് രാത്രി മൊത്തം എനിക്ക് ഭയങ്കര ഒരു ഓഫ് ബാലൻസ് ആയിരുന്നു ഞാൻ. എൻ്റെ തല കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തല കറങ്ങുന്നില്ല, എന്നാൽ കറങ്ങുന്നുണ്ട്. എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എന്നാൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ വാട്ട് ഐ എം ഗോയിങ് ത്രൂ. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ കാണാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ വിഷനൊക്കെ ഭയങ്കര ബ്ലറി ആയി തുടങ്ങി. നിൽക്കാൻ പറ്റണില്ല, എന്നാൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ബിറ്റ്വീനിലാണ് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ശരിയാവുമെന്ന് വിചാരിച്ചു. ആ ഡോക്ടർ അന്ന് മരുന്നൊക്കെ കഴിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫുഡിൻ്റെ അലർജി വല്ലതും ആയിരിക്കാം, അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ അലർജിക്കായിട്ടുള്ള ഫുഡൊന്നും അന്ന് കഴിച്ചിട്ടുമില്ല, പിന്നെ നോർമലി ഐ ഡോണ്ട് ഹാവ് അലർജി അറ്റ് ഓൾ. അങ്ങനെ അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഡേ ആയി, തേർഡ് ഡേ ആയി, എനിക്കിത് മാറുന്നില്ല. അങ്ങനെ ഇതൊരു 1 മന്തായി ഇങ്ങനത്തെ ഭയങ്കര എപ്പിസോഡ്സ്. അപ്പം ഞാൻ ആരുടെയും കൂടെ പുറത്ത് പോകുന്നേരം പുറത്തുനിന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഈ എപ്പിസോഡ് വരുന്നത്. അവിടെ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ എപ്പിസോഡ് വരിക. അപ്പം പേടിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആരാണോ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കും, വേർ ഇസ് എ നിയർ ബൈ ഹോസ്പിറ്റൽ, ഐ വാണ്ട് ടു ഗോ ദേർ. അങ്ങനെ ഞാനൊരു 10 ടൈംസ് ഇങ്ങനെ, മിനിമം ഒരു 10 ടൈംസ് എന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പം പല ഡോക്ടേഴ്സും എനിക്ക് ഷുഗർ കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കുറേ കാലം എനിക്ക് അവിടുന്ന് ഷുഗർ കയറ്റി. പിന്നെ എനിക്ക് കുറേ ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്കെന്തോ മെൻ്റലി ഉള്ള പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. സോ നോബഡി വാസ് ആക്ച്വലി എനിക്കൊരു കറക്റ്റ് ക്ലിയർ ഡെഫിനേഷൻ തരുന്നുണ്ടായില്ല എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന്.
അങ്ങനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അതിന് രാവിലെ ഐ ഗോട്ട് റെഡി, ഞാൻ എല്ലാം റെഡിയായി. ഞാൻ അതിന് ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഐ ഗോട്ട് സ്റ്റക്ക്. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ അഗെയിൻ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ എൻ്റെ റൂമിൽ ഞാൻ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, സി ഐ എം അണേബിൾ ടു മൂവ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ. ഭയങ്കര ഇത് പറയുന്നതിനും ഭയങ്കര ഈസിയായി തോന്നും, പക്ഷേ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ എനിക്കറിയില്ല. പക്ഷേ ദീസ് വെർ ദ എപ്പിസോഡ്സ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് ഓൾറെഡി ഐ നോ ഗുഡ് ENT. ഞാൻ കാലങ്ങളായിട്ട് എനിക്ക് എന്തെങ്കിലും ENT പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊരു ന്യൂറോട്ടോളജിസ്റ്റിനെ കാണിക്കാറുണ്ട്. അപ്പം കേരളത്തിൽ തന്നെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള ഡോക്ടറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, ഇനി അദ്ദേഹത്തെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കാണാൻ പോയ ദിവസം അങ്ങനെ ലീവിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോട്ടെ, എന്നാൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാം. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. ഞാൻ എൻ്റെ ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ന്യൂറോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ന്യൂറോളജിസ്റ്റ് കുറേ ടെസ്റ്റൊക്കെ ചെയ്തു എൻ്റെ ഇവിടെയും ഫേസും എൻ്റെ ബോഡി മൊത്തം. ഷിവറിങ് എന്തെങ്കിലും റീസൺ കൊണ്ടാണോ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അന്ന് ന്യൂറോളജിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഡോണ്ട് ഹാവ് എനി സിംറ്റം, ഈ ഷിവറിങ് വേറെ കാരണം കൊണ്ടൊന്നുമല്ല. എന്നിട്ട് എനിക്ക് ആ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കുറച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ആ മെഡിസിനിലാണ്. അപ്പോൾ എൻ്റെ ഷിവറിങ് ഒക്കെ മാറി. എൻ്റെ നംനെസ്, എൻ്റെ ഷിവറിങ്, എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു തരുത്ത പരിപാടി, അതൊക്കെ ഒത്തിരി കൺട്രോളായി. ഞാൻ ഐ എം സോ ബെറ്റർ ആ ഒരു കാര്യത്തിൽ. പക്ഷേ എന്നിട്ടും എൻ്റെ ഈ ഓഫ് ബാലൻസ് അതങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ അഗെയിൻ ഐ വെൻറ്റ് ടു മൈ ENT. അപ്പം ഞാൻ ENTനെ കാണിച്ചപ്പോൾ ഞാൻ ENT അടുത്ത് ചോദിക്കും, ഞാൻ എൻ്റെ സിംറ്റംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ENT എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, ഇതല്ലേ, ദിസ് ഇസ് വാട്ട് യു ഫീൽ റൈറ്റ്, ഇങ്ങനെ വീഴാൻ പോകുന്നു തോന്നുന്നുണ്ട്, ഞാൻ വീഴുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടാവും, തലവേദന ഇല്ല, പക്ഷെ തലകറക്കം ഉണ്ട്, എന്നാൽ തലകറക്കമല്ല. അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് വളരെ എന്താ പറയുക, വളരെ ഡീറ്റെയിലായിട്ട് ഈ ഹോൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം അവസാനം ഡോക്ടർ എൻ്റെ ബാലൻസ് എവിടെയാണ്, ബാലൻസിൻ്റെ ഏത് സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്തു. അന്ന് ഒരു ഓഡിയോ വിഷ്വൽ ടെസ്റ്റ് ചെയ്തു. ഒരു VR പോലെയുള്ള ഒരു മാസ്ക് ഇട്ടിട്ട് ഒരു TVയിൽ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഡോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ ഇറ്റ്സ് വെരി ഈസി ടെസ്റ്റ് ടു ബി ഹോണസ്റ്റ്. ഒരു TV സ്ക്രീനിൽ ഒരു പോയിൻറ്റ് ദാറ്റ് മൂവ്സ് റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു VR മാസ്ക് ഇട്ടിട്ട്, പക്ഷേ അങ്ങനത്തെ ഒരു മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതുപോലും എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇരുട്ട്, സ്കാരി, ഭയങ്കര പേടി, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഒരു വൃത്തികെട്ട അവസ്ഥ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ആ ടെസ്റ്റ് ചെയ്ത ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നോ യു ഹാവ് ടു സിറ്റ് ഹിയർ, ഐ കാൻ ഡു ദിസ് അലോൺ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുട്ടി പറഞ്ഞു, നോ യു ഡോണ്ട് ഹാവ് ടു വെറി, ഇത് വളരെ സിമ്പിളാണ്, ഇതത്ര പേടിക്കാനുള്ള ടെസ്റ്റൊന്നുമില്ല. ടു ബി വെരി ഹോണസ്റ്റ്, അതത്ര പേടിക്കാനുള്ള ടെസ്റ്റും അല്ല, ഒട്ടും സ്കാരി അല്ല. പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ കാരണം അതെനിക്ക് ഭയങ്കര സ്കാരി ആയിട്ട് അന്ന് ഫീൽ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇത് വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈഗ്രെയിൻ ആണ്. പക്ഷേ ഇതിനങ്ങനെ ഹെഡ് ഏക്ക് മസ്റ്റല്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഇസ് ഈക്വൽ ടു ഹെഡ് ഏക്ക്. പക്ഷേ ഇതിനങ്ങനെ ഹെഡ് ഏക്ക് വേണമെന്നില്ല. ഒരു ബാലൻസിൻ്റെ ഒരു തല അരങ്ങണ പോലെ തോന്നും. ആൻഡ് ഇത് മൈഗ്രെയിനൊക്കെ വന്നു പോകുന്ന പോലെയല്ല, ഇതൊരു സ്റ്റേബിളായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് നിൽക്കുകയാണ്. അതായത് 24/7 ദിസ് ഇസ് വാട്ട് യു ആർ ഫീലിംഗ്. ഇത് അല്ലാതെ ഒരു നല്ല ടൈം നമുക്കില്ല. നമ്മൾ നടക്കുവാണെങ്കിലും, നമ്മൾ ഇരിക്കുവാണെങ്കിലും, നമ്മൾ എന്ത് കഴിക്കുവാണെങ്കിലും, നമ്മൾ ഉറങ്ങുവാണെങ്കിലും ഈ ഫീലിംഗാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. നമ്മളുടെ പണ്ട് നമ്മൾ ഓടിക്കളിച്ച് നടന്ന് നമ്മളെവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അപ്പോഴൊരു നോർമലി നമ്മൾ നടക്കുന്ന പരിപാടിയില്ലേ, ആ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡോ നോർമൽ സ്റ്റേറ്റ് ഓഫ് ഫീലിങ്ങോ അല്ല ഈ വെസ്റ്റിബുലർ മൈഗ്രെയിനിലുള്ളത്. കംപ്ലീറ്റ്ലി നമ്മൾ ഓഫ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് ഇത്രയും ബാക്ക്ലോഗ്സ് വരുന്നത്. എൻ്റെ ജോലി സാധാരണ വീക്ക്ലി കംപ്ലീറ്റ് ചെയ്യേണ്ട ജോലിയൊക്കെ എനിക്ക് ബാക്കി വരാണ് നെക്സ്റ്റ് വീക്കിലേക്ക്. അങ്ങനെയൊന്നും എൻ്റെ ഒരു കരിയറിലേ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കെന്നത് ഐ എം ലൈക്ക് തിങ്കിങ് അബൌട്ട് മൈ സെൽഫ്. യൂഷ്വലി ഐ യൂസ് ടു കംപ്ലീറ്റ് ലൈക്ക് 2 days ഏർലിയർ. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് കാരണം എനിക്ക് ഈ ജോലി പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ എഴുതി. ദെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മെഡിക്കേഷൻ. എനിക്ക് മെയിൻലി എഴുതിയത് മഗ്നീഷ്യം, പിന്നെ വേറൊരു ടാബ്ലറ്റുമാണ് മഗ്നീഷ്യം ഇൻ ദ മോർണിംഗ്. ആൻഡ് ഡോക്ടർ പറഞ്ഞു മഗ്നീഷ്യം ഇതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മഗ്നീഷ്യം ഇൻ ദ മോർണിംഗ് ആൻഡ് രാത്രിത്തേക്ക് ഒരു ടാബ്ലറ്റും. അങ്ങനെ ഞാനൊരു മാസം എൻ്റെ അടുത്ത് ഡോക്ടറെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഒരു മാസത്തിന് ശേഷം ഡോക്ടർ ഒരു ഫോളോ അപ്പ് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിയാനായപ്പം ഐ വാസ് ഫീലിംഗ് വേ ബെറ്റർ. എന്നാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഐ വാസ് ഫീലിംഗ് വേ ബെറ്റർ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇനി ഇതങ്ങ് മാറിക്കോളും, ഇനി ഇത് കഴിഞ്ഞല്ലോ, കാരണം ഒരു മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, ഇനി ഇതങ്ങ് മാറിക്കോളും ഞാനങ്ങ് ജഡ്ജ് ചെയ്ത് ഞാൻ തന്നെ. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞ ഫോളോ അപ്പിനൊന്നും ഞാൻ പിന്നെ പോയില്ല. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ ടാബ്ലറ്റൊക്കെ നിർത്തി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഗട്ടിനെ ഇത് ബാധിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം ഞാനൊരു ഗ്യാസ്ട്രോനെയും കാണിച്ചു. അപ്പം ഗട്ടിനുള്ള മരുന്നും ഞാൻ ആ സമയത്ത് എടുത്തു. അങ്ങനെ അതിന്നും കഴിഞ്ഞു. കാരണം എനിക്ക് ഒത്തിരി ടാബ്ലറ്റ് കഴിക്കുന്നതിനോട് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഓഫ് മെഡിസിനായി. പക്ഷേ എൻ്റെ അസുഖങ്ങളൊന്നും കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. പക്ഷേ വാട്ട് ഐ എം തിങ്കിങ് ഇസ് ദാറ്റ് ഇത് മാറിക്കോളും. കാരണം ഞാനൊരു മാസം ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടല്ലോ, ഈവൻ ഫോർ മൈ ഗട്ട്, മൈ വെസ്റ്റിബുലർ മൈഗ്രെയിൻ ആൻഡ് എവറിത്തിങ്. സോ നെക്സ്റ്റ് 3 months ഞാൻ അങ്ങ് ടൈം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഐ വാസ് ഗെറ്റിംഗ് മോർ സിക്ക്. എനിക്ക് ഈ January 1st 2026 വന്ന പോലത്തെ എപ്പിസോഡ്സ് എനിക്ക് വീണ്ടും 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 വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക്, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അടുത്തുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റൺ ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ ENT നിയർബൈ അല്ല, എൻ്റെ ENT ഇരിക്കുന്നത് വേറൊരു ജില്ലയിലാണ്. അപ്പം ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി ഐ ഹാവ് ടു കൺസൾട്ട് അഗെയിൻ. കാരണം ഇങ്ങനത്തെ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് അഗെയിൻ എൻ്റെ ഗട്ട് ഹെൽത്ത് കംപ്ലീറ്റ്ലി പോയി. അഗെയിൻ എൻ്റെ വീണ്ടും വെസ്റ്റിബുലർ മൈഗ്രെയിൻ്റെ എല്ലാ സിംറ്റംസും. പിന്നെ ഞാൻ ഭയങ്കര പാരനോയിഡായി തുടങ്ങി. എൻ്റെ ഹെൽത്തിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ട് സോ മച്ച് ആൻസൈറ്റി. സോ ഞാനിങ്ങനെ വിചാരിച്ചു, ആം ഐ ഗോയിങ് ടു ഡിപ്രഷൻ, ആം ഐ ഗോയിങ് ലൈക്ക് വാട്ട് ആം ഐ തിങ്കിങ്, എൻ്റെ തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ ഇനി എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് തുടങ്ങി. പിന്നെ ഐ സ്റ്റാർട്ടഡ് റീഡിങ് അബൌട്ട് വെസ്റ്റിബുലർ മൈഗ്രെയിൻ ഓൺലൈൻ. അപ്പോൾ ഞാനങ്ങനെ യൂട്യൂബിലൊന്നും നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് അധികം വീഡിയോസൊന്നും ആരും ചെയ്തിട്ടില്ല. അങ്ങനെ വൺ വീഡിയോ ദാറ്റ് ഹെൽപ്പ് മീ, ഒരു ഡിസി കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. ദാറ്റ് വുമൺ വെൻറ്റ് ത്രൂ ദ സെയിം ജസ്റ്റ് ലൈക്ക് മീ. സോ ഞാൻ അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള നോളജ് കിട്ടി തുടങ്ങിയത്. അപ്പം അവരുടെയും എൻ്റെയും സിംറ്റംസ് ഏകദേശം ഒരുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഐ ഹാവ് ടു ഗോ ടു ഡോക്ടർ അഗെയിൻ ആൻഡ് കൺസൾട്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ച്. അപ്പോഴാണ് ഞാൻ ഡോക്ടറുടെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ എത്ര കാലം മെഡിക്കേഷൻ എടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതൊരു 8 to 12 months എടുക്കും ഒന്ന് കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനെ കംപ്ലീറ്റ്ലി പോകണമെന്നില്ല, കാരണം ഇറ്റ്സ് മോർ ലൈക്ക് മൈഗ്രെയിൻ. ഇതങ്ങനെ കംപ്ലീറ്റ്ലി പോകുന്ന ഒരു പരിപാടിയല്ല. ഇതൊരു 8 to 12 months എടുക്കും ഇത് ഒന്ന് നമ്മുടെ സെൽഫ് കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ട്. ഇതിന് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. അത് ഫുഡ് ട്രിഗേഴ്സ് ഉണ്ട്, കുറേ അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, അവോയ്ഡബിൾ ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എനിക്കൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഞാനതൊക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം, ലൈക്ക് വാട്ട് ആർ ദ ഫുഡ് ട്രിഗേഴ്സ്, ദ സിറ്റുവേഷൻസ് ദാറ്റ് മേക്ക് യു ഫീൽ ദിസ് വേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇഫ് എനിബഡി വാണ്ട്സ് ഇറ്റ്, ഇഫ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്, ഐ ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. സോ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ എനിക്ക് ഒരു 2 months കൂടി മെഡിക്കേഷൻ എഴുതി. ഇപ്പോൾ ടോട്ടലി ഇതിൻ്റെ ഒരു
പീരീഡ് എന്ന് പറയുന്നത് 7 months ആയി ഞാൻ വെസ്റ്റിബുലർ മൈഗ്രെയിനിൽ കൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മെഡിക്കേഷൻ തുടങ്ങിയപ്പം ഐ ഫീൽ വേ ബെറ്റർ. അഗെയിൻ ഒരു 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഐ ഹാവ് ടു ഡു ദ കൺസൾട്ടേഷൻ. ആൻഡ് യെസ്റ്റർഡേ ഞാൻ ഈ വീഡിയോ ചെയ്യണം മെയിൻ കാരണം യെസ്റ്റർഡേ ഐ ഫെൽറ്റ് സോ ഗുഡ്. എനിക്ക് ഒത്തിരി മിനിമൽ എപ്പിസോഡ്സ് ആയിട്ട് ഇന്നലെ ഒരു ഡേ ഉണ്ടായി. നോട്ട് കംപ്ലീറ്റ്ലി ഐ ആം ഓഫ് എന്നല്ല പറയണത്, പക്ഷേ യെസ്റ്റർഡേ വാസ് സോ മച്ച് ബെറ്റർ കമ്പയർഡ് ടു ഓൾ ദി അതർ ഡേയ്സ് ഇൻ 2026. എനിക്ക് ഇങ്ങനെ നോർമലായിട്ട് ഇച്ചിരിയെങ്കിലും നോർമലായിട്ടൊരു ഡേ ഈ ഇയർ ഉണ്ടായിട്ടില്ല. സോ ഐ എം ഫീലിംഗ് സോ ഗുഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു ഡു ദിസ് വീഡിയോ സോ ദാറ്റ് ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെട്ടാലോ. കാരണം ഈ ഒരു അസുഖം വന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത, കംപ്ലീറ്റ്ലി ഡിപ്രഷനിലേക്ക് പോണ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ പക്ഷേ ഐ റിയലി വോണ്ട് യു ഓൾ ടു ഫൈറ്റ് ഫോർ ദിസ് ആൻഡ് feel better and live for yourself and live happily. So അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ എന്തൊക്കെയാണ് ട്രിഗേഴ്സ് എന്നൊക്കെ അറിയണമെങ്കിലോ ഐ ക്യാൻ ഡു അനദർ വീഡിയോ ആസ് വെൽ, ബട്ട് ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. സോ അങ്ങനെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു അനദർ വീഡിയോ. So thank you for watching me.